ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, ക്രിയേറ്റിവിറ്റി ഈസ് ഇന്റലിജൻസ് ഹാവിംഗ് ഫൺ. നർമ്മവും ബുദ്ധിയും ചേരുമ്പോഴാണ് ഭാവന ഉണരുന്നതെന്ന്. നർമ്മവും ബുദ്ധിയും ഭാവനയും ചേരുന്ന ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിനെ രസകരമാക്കുവാൻ നമ്മുടെ രമേശ് ചേട്ടനെ ഞാൻ വിളിക്കുകയാണ്. രമേശ് ചേട്ടാ, വെൽക്കം. രമേശ് ചേട്ടാ, എന്തോ രമേശ് ചേട്ടനെ ഓൾവേസ് വെൽക്കം. താങ്ക് യു. ഒറ്റയ്ക്ക് നിന്നൊരു സദസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ആളുകളുടെ ഒരു വേദിയാണ് ഇത്. ഞാൻ പലപ്പോഴും വൺ മാൻ ഷോകൾ, ഗാനമേളകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള മിമിക്രി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. 8 പേര് കൂടുന്ന മിമിക്സ് പരേഡുകളിൽ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ മെഗാ ഷോകളിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യാത്രയുടെ ഏതോ ഒരു പോയിന്റിൽ ഈ ഒറ്റയ്ക്ക് എന്നതിനോടൊപ്പം ഒരു കണക്ഷൻ, ഒരാളും കൂടെ വന്ന് ചേരുക എന്ന് പറയുന്നത്, അങ്ങനെ ചേർന്നപ്പോൾ ഉണ്ടായ റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ വലുതായിരുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ അതിഥിയായി നമ്മളോടൊപ്പം എത്തുന്നത്, അതിഥി എന്ന വാക്ക് ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ ഉപയോഗിച്ചതാണ്. ഫൺസ് അപ്പോൺ എ ടൈമിന് അദ്ദേഹം ഒരു അതിഥിയല്ല, ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഒരു കുടുംബക്കാരനാണ് അദ്ദേഹം. മികച്ച നർമ്മങ്ങൾ ഒരുപാട് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള താരങ്ങളിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മജൻ ബോൽഗാട്ടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ധർമ്മജൻ. ചേട്ടാ, ഞാൻ പുതിയൊരു സ്റ്റെപ്പ് പഠിച്ചു. വെൽക്കം ടു ദ ഷോ ട്ടോ. അതാദ്യം ആ സാധനം നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ കിട്ടൂല. ഷെറി പറഞ്ഞ പോലെ ഞാനൊരു കുടുംബത്തിലേക്ക് വന്ന പോലെ ഫീൽ ചെയ്യുന്നുള്ള. എല്ലാവരും സുഹൃത്തുക്കളാണ്, എല്ലാവരും ഒരുപാട് കണ്ട് പരിചയമുള്ള ആളുകളാണ്. ഞാനാണ് പുതിയ ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പക്ഷേ ഷെഫിയും നമുക്ക് എന്തോ ഒരു ആത്മബന്ധമുള്ള ആളാണ്. ആത്മബന്ധമുള്ള പോലെ തോന്നുന്നുണ്ട്. താങ്ക് യു ധർമ്മൻ ചേട്ടാ. അതുപോലെ തന്നെ ഇവിടുന്ന് പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും വരുന്നത്. എൻ്റെയും പിഷാരുടെയും കൂടെ സ്റ്റേജുകളിൽ കയറിയിട്ടുള്ള ആളുകൾ വരെ ഇവിടെ വന്ന് പ്രകടനം നടത്താറുണ്ട്. അപ്പോൾ അത് നമ്മളങ്ങനെ നോക്കാറില്ല, നമ്മൾ ആരാണ് നല്ലത് എന്ന് നോക്കിയിട്ട്. അവർക്ക് പോലും മറ്റൊരു പരിപാടിയിൽ പോകുന്നതിനേക്കാൾ സ്വാതന്ത്ര്യവും സൗകര്യവും ഒരു സൗഹൃദവും ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. അതെ, പക്ഷേ ഇതിലൊരു മത്സരം ബാക്കി കിടപ്പുണ്ടല്ലോ. ഒരു മത്സരം, അത് മത്സരമല്ല, ഒരു പ്രകടനം നമ്മൾ നോക്കുന്നുള്ളതേ ഉള്ളൂ. എന്നാലും അതൊരു മത്സരമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്നാ ശരി, നീ കണ്ടോ. ഞങ്ങൾ തന്നെ 2 വേഷങ്ങൾ കെട്ടിയിട്ട് ഇപ്പൊ ഇവന്റെ രാജാവായിട്ട് ഞാൻ മന്ത്രിയായിട്ട് നിന്നിട്ട് ശരിയാവില്ല, നീ മന്ത്രിയാണ്, ഞാൻ ആ വേഷം അങ്ങോട്ട് മാറി കൊടുത്തിട്ട് അവൻ ഈ വേഷം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. ഫുൾ ഞങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടിട്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്തിട്ടുള്ള. ഒബ്വിയസ്ലി അതെന്താണെന്നറിയാമോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു കമന്റും വന്നിട്ടുണ്ട്. സീസൺ ഫസ്റ്റില് ചേട്ടൻ വന്നു, ഇപ്രാവശ്യം എന്താ വരാത്തെ, എപ്പോ വരും എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് വരുന്നോണ്ടാണല്ലോ ആള് വന്നത്. ധർമ്മജൻ ഇവിടെ വരിക എന്ന് പറയുന്നത് സ്വന്തം വീട് പോലുള്ളൊരു കാര്യമാണ്. അദ്ദേഹം വീണ്ടും വന്നു, അദ്ദേഹം പറഞ്ഞത് കാണുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, ഇനിയുള്ള സമയങ്ങൾ ചിരിക്കാനായിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം. തീർച്ചയായും. ആലപ്പുഴക്കാരനായ ഒരു ചെങ്ങാതിയാണ് നമ്മളെ ഇന്ന് ചിരിപ്പിക്കാൻ ഇവിടെ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ലിയോ വില്യം ടു ദ സ്റ്റേജ്. ഞാൻ ഡാൻസ് ചെയ്തു, പക്ഷെ ഡാൻസ് ചെയ്തില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം. അതെ, എനിക്ക് ഇവിടെ നിന്നപ്പോ പെട്ടെന്നൊരു സിനിമ ഓർമ്മ വന്നു ധർമ്മജ. വൈശാലി എന്ന് പറയുന്ന സിനിമയുണ്ട്. മനസ്സ് ചഞ്ചലമല്ലാത്ത ഋഷി ശൃംഗനെ വൈശാലി ഡാൻസ് ചെയ്ത് മയക്കാൻ ശ്രമിക്കുന്ന രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. സ്റ്റെഫി പല തരത്തിലുള്ള സ്റ്റെപ്പുകൾ ഇട്ടാലും പുള്ളിയുടെ സ്റ്റെപ്പ് തന്നെ ദൂരെ പോ അടുത്തേക്ക് വരരുത്, ദൂരെ പോ, ഈ സാധനമാണ് പുള്ളി ഇട്ടോണ്ടിരുന്നത്. സൂട്ടും കോട്ടൊക്കെ ഇട്ടൊരു ഋഷിശൃംഗൻ, സൂട്ടും കോട്ടുള്ള ഒരു ആധുനിക ഋഷി ശൃംഗൻ. അതെ, രമേശ് ചേട്ടാ തുടങ്ങാം. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ, നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ പോക്കറ്റ് മണി എന്നൊക്കെ ചേട്ടൻ കേട്ടിട്ടുണ്ടോ? പോക്കറ്റ് മണി എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് സെയിം അവസ്ഥയാണ് എനിക്കും. കാരണം വീട്ടുകാരുടെ നിന്ന് പൈസ പോകുന്ന ഒരു പരിപാടിയാണ്ട് തോന്നുന്നു എന്നോട് ഇതിനെ പറഞ്ഞു തന്നിട്ടില്ല, ഈ പോക്കറ്റ് മണി എന്താണെന്ന്. അപ്പം ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത് 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് മോറൽ സയൻസിൻ്റെ ക്ലാസ്സിൽ വെച്ചാണ്. അപ്പം ടീച്ചർ എന്നോട് ചോദിച്ചു, ലിയോ വാട്ട് ഈസ് പോക്കറ്റ് മണി? ഉത്തരം അറിയത്തില്ല.
എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചങ്കാണ്, കരളാണ്. ഇവൻ മറ്റേ സ്പടികത്തിലെ ബാലും ഒക്കെ ചാടി കയറിയെന്ന് ഉത്തരം പറയുന്ന പോലെ പോക്കറ്റ് മണിയെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫിലൊരു ഇംഗ്ലീഷിലും കാച്ചി. എനിക്കൊരു ഹിന്ദി മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്ത് ആ വിഷയം പോയി. എൻ്റെ ഈ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഭയങ്കര ബിസിനസ് മൈൻഡാണ്. നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർ കുറേ ഗിഫ്റ്റുകൾ തമ്മിൽ കൈമാറും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഈ പെൺകുട്ടികളാകുമ്പോൾ ഇത് വീട്ടിൽ പിടിക്കുമല്ലോ. അപ്പം നമ്മുടെ റോജൻ എന്തോ ചെയ്യും, ഇതൊരു റെൻറ്റിന് ഇവൻ്റെ വീട്ടിൽ സൂക്ഷിക്കും. ഇപ്പം നമ്മളൊരു കിടക്കുമ്പോഴൊക്കെ ഒരു തലേണ കെട്ടിപ്പിടിച്ചൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ റോജൻ ഈ ടെഡി ബെയറുകളുടെ ഇടയിലാണ് കിടക്കുന്നത്. നമുക്ക് ഈ വയസ്സ് കൂടുന്തോറും പോക്കറ്റ് മണിയുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ലാലേട്ടനൊക്കെ പറയും ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക്. കാരണം വയസ്സ് കൂടുന്തോറും കിട്ടുന്ന പോക്കറ്റ് മണി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതോർത്ത് വിഷമിച്ചൊരു ദിവസം കട്ടിലെ കിടക്കാൻ സമയത്ത് എൻ്റെ പഴയ കൂട്ടുകാരൻ റോജൻ വിളിക്കുക, അളിയ എവിടാ? ഞാൻ പറഞ്ഞു അളിയ കട്ടിലെ കിടക്കുക, കുറച്ച് സമയം ഉണ്ടാവും നമുക്ക് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു പിന്നെന്താടാ, ഇഷ്ടം പോലെ സമയം, അത് മാത്രമേ ഉള്ളൂ. അളിയ എനിക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാ? ഞാൻ അവനോട് പറഞ്ഞ് അളിയ എനിക്കൊരു ബൈക്കാണ് താല്പര്യമെന്ന്. അപ്പോൾ അവൻ എന്നോട് എടുത്ത വില പറഞ്ഞു, എൻ്റെ പൊന്നെ നീ ഇപ്പം എത്രലാടാ, നീ ഒരു കാറൊക്കെ സ്വപ്നം കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതേടാ ഞാൻ ലക്ഷറി കാറങ്ങ് സ്വപ്നം കാണുമോ നീ പറഞ്ഞ സ്ഥിതിക്ക്. നെക്സ്റ്റ് അവനോട് ചോദിച്ചളിയാ ട്രിപ്പൊക്കെ പോകണ്ടേടാ നമുക്ക്? ഞാൻ പറഞ്ഞു അളിയ മൂന്നാർ പോയാലോ? എൻ്റെ പൊന്നെ നീ ഇപ്പോഴും ഈ താഴ്ന്ന ചിന്താഗതി നിൽക്കാതെ ഉയർന്ന് ചിന്തിക്കടാ, നമുക്ക് വല്ല പട്ടായയിലോ വല്ല ആംസ്റ്റർഡാമിലോ ഒക്കെ പോവാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു ഇവനിനി തലയ്ക്ക് വല്ല വട്ടോ വല്ലോ ആണെന്ന് വെച്ച് ഞാൻ ചോദിച്ചു അളിയ എന്തുവാ നീ പറഞ്ഞു വരുന്നത്? അളിയ മാസം 2 ലക്ഷം ഉണ്ടാക്കാവുന്ന ഒരു സ്കീമിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് 2 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു അളിയ ഉള്ളതാണോ? അളിയ അതിന് മുന്നേ കുറച്ച് ഡയലോഗുണ്ട്, അതൊക്കെ നീ ഒന്ന് കേൾക്ക്, കുറച്ച് കഥകളുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ അളിയ ഋത്തിക് റോഷൻ്റെ കഥ അറിയാമോ നിനക്ക്? ഋത്തിക് റോഷൻ്റെ 6 വിരലുമായിട്ടാണ് പുള്ളി ജനിച്ചത്. പക്ഷേ പുള്ളിയുടെ വീട്ടുകാർക്ക് പറഞ്ഞ് ഇവനൊരു നിർഭാഗ്യമാണ്. ബാക്കി കഥ എടാ ഞാൻ നാളെ രാവിലെ വരെ നമുക്ക് ഒരിടം വരെ പോകണം. അങ്ങനെ ഇവൻ ഈ കഥ കംപ്ലീറ്റ് ചെയ്യാതെ എന്നെയും കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് ചെന്നു. ഹോട്ടലിൽ ചെന്നപ്പം ഇതുപോലെ നേരത്തെ പണിയില്ലാത്ത കുറേ ആമ്പിള്ളേർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര കലവിലെ സംസാരമൊക്കെ. ഞങ്ങൾ ഫസ്റ്റ് ബെഞ്ചിലേ പോയി സീറ്റ് പിടിച്ചു. കാരണം 2 ലക്ഷം രൂപയുടെ ട്രിക്ക് ആദ്യം നമ്മളാണല്ലോ അറിയേണ്ടത്. അപ്പോൾ ഒരു സാറുണ്ട്, പുള്ളിയുടെ പേരാണ് പീറ്റർ. പുള്ളി കുറേ ബ്ലാക്ക് ക്യാറ്റ്സും ഒക്കെ ആയിട്ടൊക്കെ കറങ്ങി അങ്ങോട്ട് വന്ന് നിന്നിട്ട് ഇവരെയൊക്കെ വകഞ്ഞു മാറ്റി ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിന്നിട്ട് പുള്ളി അങ്ങ് പറഞ്ഞു തുടങ്ങുക. ഫുൾ അപമാനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചൂണ്ടിട്ട് പറഞ്ഞു നീ ജനിച്ചതൊരു ദരിദ്രനായിട്ടായിരിക്കാം, പക്ഷെ നീ നാളെ മരിക്കുന്ന ദരിദ്രനാണെങ്കിൽ അത് നിൻ്റെ മാത്രം കുറ്റമായിരിക്കും. നീ എൻ്റെ കയ്യിലോട്ട് നോക്ക്, ഈ വാച്ചിൻ്റെ വില എന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപയാണ്. നീ ഇതുവരെ 12 രൂപയെങ്കിലും മാസം സമ്പാദിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാലും 2 ലക്ഷം രൂപ മാസം സമ്പാദിക്കണമെന്നുള്ളൊരു ഉൾപ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. കാരണം അതുപോലത്തെ അപമാനമാണ് നമ്മൾ അപമാനിക്കുന്നത്. കൂടെ നമുക്ക് മോട്ടിവേഷനോടെ തരാം. അതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ സ്കീം പറഞ്ഞു, എടാ സിമ്പിളാണ് സംഭവം, 2000 രൂപ നിങ്ങൾ ഇറക്കുക, 2 പേരെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ചേർക്കുക, പിന്നെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു റോജ ഇതൊക്കെ ഉള്ളതാണോ? എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു. അവൻ പറഞ്ഞു അളിയ വലിയ ആളുകൾ പറയുമ്പോൾ നീ അതിനെ സംശയിക്കാൻ പാടില്ല. ഇങ്ങനെ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പം പീറ്റർ സാറ് റോഡിൽ നിൽപ്പുണ്ട്. പീറ്റർ സാറ് ഞങ്ങൾ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പം സാറ് ചോദിച്ചു മകളെ ഒരു ലിഫ്റ്റ് തരാൻ പറ്റുമോടാ? ഞാൻ പറഞ്ഞു സാറ് കാറിലൊക്കെ വലിയ കാറൊക്കെ എടാ ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഷോറൂമിൻ്റെ വാതിക്കലോട്ട് ഇറക്കിയാൽ മതി, ഞാൻ അവിടുന്ന് പിടിച്ചു പോയിക്കോളാം. ശരിക്കും പുള്ളിയെ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളെ ഇറക്കേണ്ട വന്നത്. ഇങ്ങനെ സംഭവം നടന്നു പോകുന്ന വഴിക്ക് ഞങ്ങളെ പോലീസ് പിടിച്ചു. കാരണം ട്രിപ്പിൾ വെച്ചാണ് പോകുന്നത്. പോലീസ് വിളിച്ചിട്ട് പെറ്റി അടിച്ച് 500 രൂപ കൊടുക്കാൻ കാശുണ്ട്, പക്ഷെ നമ്മുടെ ബിസിനസ് മൈൻഡ് പൈസ ഇറക്കത്തില്ല. ഇങ്ങനെ ബാർഗൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പീറ്റർ സാറ് പുറകിൽ നിന്ന് വിളിച്ച് പറയാം 2 ലക്ഷം രൂപ മാസം സമ്പാദിക്കാൻ പോകുന്നവന്മാരാ ഒരു 500 രൂപ മുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ 2 ലക്ഷത്തിൽ നിന്ന് 500 പോകുന്നതുകൊണ്ടാണോ എന്തോ അവൻ എൻ്റെ 2 ലക്ഷത്തിൽ നിന്ന് 500 പെറ്റി അടപ്പിച്ചത്. ഇതിൽ എങ്ങനെയാലും 2 പേരെ ചേർക്കണം. അപ്പം എൻ്റെ കൂട്ടുകാരന് ചേർക്കാൻ ഞാനുണ്ട്, എന്നെ ചേർത്ത് ഇതിൽ പിടിച്ചിട്ടാൽ മതി, പിന്നെ ഒരുത്തനെ കൂടെ കണ്ടുപിടിച്ചാൽ മതി അവന്. എനിക്കാണെങ്കിൽ ആരുമില്ല. ആരെ കുഴി ചാടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർമ്മ വന്നത്. ഞാൻ വീട്ടിലേക്ക് ചെന്ന് 2 പേരെയും പിടിച്ച് സ്നേഹത്തിൽ സോഫയിലൊക്കെ ഇരുത്തിട്ട് അമ്മയുടെ മുന്നിലോട്ട് കൈ ചൂണ്ടി ഞാനൊരു വർത്താനം പറഞ്ഞു. നിങ്ങൾ ജനിച്ചതൊരു ദരിദ്രമായിട്ടായിരിക്കാം, പക്ഷെ മരിക്കുന്നത് ദരിദ്രയാണെങ്കിൽ നിങ്ങളുടെ മാത്രം കുറ്റമായിരിക്കും. അമ്മ ഇത് കേട്ടപ്പോഴേ ഒന്നും മുറുമുറുത്തു. എൻ്റെ അമ്മയെന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ടൈപ്പ്. നിങ്ങൾക്കറിയാമല്ലോ ഈ സൂപ്പർ ഹീറോകൾക്കൊക്കെ നികൃഷ്ട ജീവികളെ തല്ലിക്കൊല്ലാനായിട്ട് ഒരു ടൂളുണ്ട്.
അതായത് ഇപ്പം നമ്മൾ തോർ എടുക്കുവാണെങ്കിൽ പുള്ളിക്കൊരു ഹാമറുണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക എടുക്കുവാണെങ്കിൽ പുള്ളിക്കൊരു ഷീൽഡുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ ഒരു കണ്ണോപ്പയാണ് ഉള്ളത്. അത് വെച്ചിട്ട് നികഷ്ടജീവിയായ എന്നെ തല്ലിക്കൊല്ലാനായിട്ട് ഇരിക്കുകയാണ് അമ്മ. അമ്മ നൈസായിട്ട് അത് എടുക്കാൻ അടുക്കളയിലോട്ട് കയറി. ഞാൻ പറഞ്ഞു, പ്ലാൻ ചീറ്റിയല്ലോ. അച്ഛൻ മാത്രം ഒന്നും മിണ്ടാതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് അച്ഛൻ്റെ സൈഡിൽ ഏറ്റില്ലെന്ന് അറിഞ്ഞിട്ട് ഞാനിത് തിരിഞ്ഞങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ നൈസായിട്ട് എൻ്റെ 2 തോളയിലോട്ടും പിടിച്ചിട്ട് പറഞ്ഞു, MLM പീറ്റർ സാറ് മാസം 2 ലക്ഷം. കാരണം പുള്ളി ഓൾറെഡി ക്ലാസ്സിന് പങ്കെടുത്ത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. സോ ദാറ്റ് വാസ് മൈ ടൈം. മൈ നെയിം ഇസ് ലിയോ. താങ്ക് യു. ലിയോ ഹലോ. നന്നായിട്ട് പറഞ്ഞു. Thank you. നല്ലൊരു കഥയായി, നല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. താങ്ക് യു. സൂപ്പർ ആയിരുന്നു കേട്ടോ. നമുക്ക് ധർമ്മജൻ ചേട്ടനോട് ചോദിക്കാം. ഞാൻ ആദ്യം അല്ലയോ ഈ നമ്മൾ പക്ഷേ ഈ പണ്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന ടൈമിന് ഈ 101 തൊഴിലുകൾ എന്നൊക്കെ പറഞ്ഞൊരു ബുക്കൊക്കെ ഉണ്ട്. വളരെ നിസ്സാരമായിട്ട് 10 രൂപ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ള അല്ല ആ ചിന്ത. ശരിക്കും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത്. 10 രൂപയ്ക്ക് 101 തൊഴിൽ എന്നുള്ളൊരു ബുക്ക് കിട്ടും. ആ ബുക്കിൽ ഒരുപാട് തൊഴിലുകൾ ഉണ്ടാവും. അതുപോലെ ഞാൻ കേൾക്കാത്ത 102ാമത്തെ തൊഴിലാണ് പ്രേമിക്കണവര് കൊടുക്കുന്ന ഗിഫ്റ്റ് റെന്റിന് സൂക്ഷിക്കുന്ന ഒരു ജോലി. അതെ, ഇവന്റെ കൂട്ടുകാരൻ. അത് ഭയങ്കര ഒരു ജോലിയായി പോയി. എന്നാലും പ്രകടനം നല്ലതായിരുന്നു. ഇതൊക്കെ ഈ കൂടിയിരിക്കുന്നവരും ഞങ്ങളും എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കഥകളാണിത്. പണ്ട് ഇതുപോലെയുള്ള ചെയിൻ മാർക്കറ്റിങ്ങിലൊക്കെ പോയി ക്ലാസ്സുകളിൽ ഇരുന്നിട്ട് നമ്മളെയൊക്കെ ചൂണ്ടി ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെക്കാട്ടും കൂടുതൽ ചൂണ്ടൽ അനുഭവപ്പെട്ടൊരു കഥയുണ്ട്. എന്നെ എൻ്റെ ഒരു ആശാൻ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. ഞാൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുക. കുറേ ആളുകളുണ്ട് ഇരിക്കുക, പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഇദ്ദേഹം സാക്ഷ്യം പറയാനായിട്ട് സ്റ്റേജിലേക്ക് കയറി. സാക്ഷ്യം പറയാൻ കയറിയിട്ട് ഞാൻ അങ്ങനെയായിരുന്നു, ഞാനിങ്ങനെയായിരുന്നു, എനിക്കിങ്ങനെ ഒരു തൊഴിലുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മദ്യപാനിയായി തീർന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അവനും കൂടെ എൻ്റെ കൂടെ കടന്ന് നശിച്ചു. അങ്ങനെയാണ് അവനും നശിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. നിൽക്കുന്നതാണ് എൻ്റെ ശിഷ്യനൊന്ന് എണീറ്റിരിക്കുക. എന്നെ എണീറ്റിച്ച് നിർത്തിയിട്ട് ആളുകൾ മുഴുവൻ തിരിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അതുപോലെയാണ് എന്നോട് അപമാനത്തിന് ഇവര് ഞങ്ങളുടെ അവിടെ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെല്ലാവരും കൂടെ വരണം, ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വല്ല ചെറിയ ലൊട്ടിലൊടുക്ക് മിമിക്രി പരിപാടി കിട്ടുന്നു ഓർത്താ പോകുന്നത്. സൈക്കിളും ചവിട്ടി ചെന്നപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിൻ്റെ ഇറക്കിറങ്ങിയിട്ടിരിക്കുക. 10-20 വർഷം മുമ്പ് സ്കൂളിൽ ശനിയാഴ്ച സ്കൂളിൻ്റെ ഹോൾ എടുത്തിട്ട് ഒരു സാറ് വന്നിട്ടുണ്ട്, ഒരു പീറ്റർ സാറ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അവിടെ കൂടി ഇരിപ്പുണ്ട് ഇതിനകത്ത്. അതായത് ഇതുമൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ അവിടെ ഒരു 2 ഏക്കർ പറമ്പ് മാത്രം കിളച്ച് ജീവിക്കുന്ന ഒരു ഞങ്ങളുടെ സുഹൃത്തിൽപ്പെട്ടൊരു പരിചയമുള്ളൊരു വല്യപ്പനുണ്ട്. വല്യപ്പൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തൂമ്പ കാലെ കൊണ്ടിട്ട് ആശുപത്രിയിൽ പോയിട്ട് കാലിൽ എപ്പോഴും കെട്ടുണ്ടാവും. അത് കെട്ടിയിട്ട് പുള്ളിയുടെ തള്ളവിരൽ ഇത്രയും വലിയൊരു ഉണ്ടയായിരിക്കും, അല്ലാതെ ചെറിയൊരു കെട്ടൊന്നും അല്ല പുള്ളി കെട്ടുന്നത്. അങ്ങനത്തെ ഒരാളാണ് പുള്ളിക്ക്. കിളയല്ലാതെ വേറെ ഒരു പരിപാടിയും ഇല്ല. പുള്ളി അവിടെ വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ്. പുള്ളി ഷർട്ട് ഇടാതെ ഇതിന്റെ ഫ്രണ്ട് റോയിൽ വന്ന് ഇരിപ്പുണ്ട്. ഈ മീറ്റിങ്ങിന്റെ ഫ്രണ്ട് റോയിൽ പുള്ളി ഇരിപ്പുണ്ട്. അപ്പം ഇത് പഠിപ്പിക്കുന്ന ആൾ പറഞ്ഞു, ചിലർ പറയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷനാണത്. വായ്, പൈസ ഉണ്ടെങ്കിൽ ബാങ്കിലിട്ടാ പോരെ, നിങ്ങൾക്ക് സുഖിച്ച് ജീവിച്ചൂടെ? നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ ചെറുതായിട്ട് ചിന്തിക്കുന്നത്? ഞാൻ പറയുന്നു, നിങ്ങളുടെ ഈ റൂട്ട് ലൈനിൽ നിങ്ങളുടെ കീഴിൽ 100 പേരാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ലാൻസർ കാർ ആയിരിക്കും. 100 പേരാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാൻസർ കാർ ആയിരിക്കും. ഉടനെ എല്ലാവരും വളരെ ആവേശമായി. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ലാൻസർ കാറ് 100 പേരാകുമ്പോഴാണ്, പക്ഷേ നിങ്ങളുടെ കീഴിൽ 1000 പേരാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു മെഴ്സിഡസ് ബെൻസ് കാർ ആയിരിക്കും. ഭയങ്കര കൈയടി. എന്നിട്ട് ഈ പുള്ളി പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ലാൻസർ വേണ്ട മെഴ്സിഡസ് മതി എന്നുള്ളവരൊന്ന് കൈ പൊക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോ ഈ കിളക്കണ പാപ്പൻ. കാരണം മോഹിച്ചു പോവുകയാണ്. പുള്ളിക്ക് ഇതൊന്നും അറിയത്തില്ല. വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറയണ ആള് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവുകയും ചെയ്യും. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേറെ ഒന്നും നടക്കുകയില്ല. അപ്പൊ അതിൽ നമ്മളൊക്കെ പെട്ടിട്ടുണ്ട്. പിന്നെ തൻ്റെ പറച്ചിൽ രസമുണ്ടെങ്കിലും ചിലപ്പോൾ എനിക്ക് ഓർക്കുന്നത് മുഖത്തറിയാം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത് ഓർക്കുന്നത് മുഖത്തുണ്ട്. തലതാത്തി ഇങ്ങനെ സാധനങ്ങൾ ഓർത്ത് ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ പറയുന്നത്. അത് കുറച്ചുകൂടെ രസമായാൽ പ്രസന്റേഷൻ കുറച്ചുകൂടെ ഗംഭീരമാകും കേട്ടോ. വളരെ ലിയോ
അപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിൽ വായിച്ച് മനസ്സിലാക്കി ഒക്കെ ഒന്ന് റെഡിയാക്കി അടുത്ത പ്രാവശ്യം വീണ്ടും വരണം. അതെ, വരും. വരും സ്ട്രോങ് ആയിട്ട്. ഉറപ്പായും. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ലിയോ. പത്തനംതിട്ടയിൽ നിന്നും പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളുമായി എത്തുന്നു അനിൽ. ലെറ്റ്സ് വെൽക്കം അനിൽ. കഴിഞ്ഞുല്ലേ? സ്റ്റെഫി ഫാൻ നിർത്തിയ പോലെ ആയിപ്പോയി. ഫാൻ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 കറക്കം പിന്നെയും കറങ്ങുമല്ലോ, അതുപോലെ പാട്ടും തീർന്നു, ഡാൻസും തീർന്നു, അനിലും നിർത്തി, കയ്യടിയും നിർത്തിയിട്ട് ഒരു 3 കറക്കം സ്റ്റെഫിയുടെ വക എക്സ്ട്രാ ഉണ്ടായിരുന്നു. അല്ല, അനിലിന്റെ വരവിന് തന്നെ ഒരു എനർജി ഉണ്ടായിരുന്നു. ആ എനർജി നിങ്ങളുടെ പ്രകടനത്തിലും നമ്മൾ. എനിക്ക് വ്യക്തിപരമായ അനിലിനോടുള്ള പരിചയം എന്ന് പറയുന്നത് 1999 സെപ്റ്റംബർ മാസത്തിലാണ്. 99 സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്ത സലീം കുമാറേട്ടൻ ആദ്യമായിട്ട് ട്രൂപ്പ് തുടങ്ങിയപ്പോൾ ആ ട്രൂപ്പിലുണ്ടായിരുന്ന 8 പേരിൽ ഞങ്ങളിൽ ഒരാളാണ് അനിൽ ഇലവന്തട്ട ചേട്ടൻ. ആ വർഷം നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഒരുപാട് പരിപാടികൾ ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഇലവന്തട്ടയിൽ നമ്മൾ ഒരിക്കൽ പോയി അവിടെ താമസിച്ചിട്ടുണ്ട്. താമസിച്ച വീടിനടുത്തൊരു പുഴയോ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ തോട്ടിൽ കുളിച്ചെന്ന് തോന്നുന്നു. നമ്മൾ പോയിട്ട് തോട്ടിൽ പോയി ഞങ്ങളൊരു കുളിയൊക്കെ കുളിച്ചു. അനിൽ ഇലവന്തട്ട ചേട്ടൻ നല്ല ചിത്രകാരനാണ്. കൊച്ചിൻ സ്റ്റാലിയൻസ് എന്ന് പറയുന്ന ട്രൂപ്പിന്റെ ആദ്യത്തെ വർഷത്തെ വണ്ടിയുടെ മേളിൽ കുത്തിവെക്കുന്ന ബോർഡ് എഴുതിയത് ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യാമെന്ന പുള്ളി തന്നെയാണ്. പുള്ളിക്ക് ഉള്ള ബോർഡ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി കൈകൊണ്ടൊരു ബോർഡ് എഴുതിയിട്ട് ആ ബോർഡും കൊണ്ടാണ് ആ വണ്ടി ഒരു വർഷം കേരളം മുഴുവൻ കറങ്ങി നടന്നത്. മായും കായും തമ്മിൽ നമ്മളൊരു കോമ്പറ്റീഷൻ ഐറ്റം ഉണ്ടായിരുന്നോ? ഞാൻ മകാരം വെച്ച് പറയും, അദ്ദേഹം കാ വെച്ച് പറയും. വെറുതെ അനിലേട്ടാ നമുക്കൊന്ന് ഒരു സാമ്പിൾ അടിച്ചു നോക്കണോ? ശരി, ഞാൻ മായി തുടങ്ങാം. മായാണ് മകനെ മലയാളത്തിലെ 56 അക്ഷരങ്ങളിൽ മഹത്തായ അക്ഷരം മായില്ലാതെ മനുഷ്യന് പ്രത്യേകിച്ച് മലയാളികൾക്ക് മുഴുവൻ കഴിയില്ല. കലാകേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈഡികൾ കൊണ്ട് കുളിര് ഒരുപ്പിക്കാനായി കൂടിയിരിക്കുന്ന കൂട്ടുകാർക്ക് എന്റെ കായ്ക്കേണ്ട കാര്യങ്ങളിൽ കട്ടി കുട്ടികളുടെ ഇഷ്ടങ്ങളെ ക്രിക്കറ്റിൽ 2 കളിക്കാർ വാങ്ങുന്ന കോടയിൽ ഒരുക കാമ്പിളി കുമ്പളെ കനിക്കർ കപ്പിൽ ഉല്ലാം കകാരന്മാരില്ല അമേരിക്കൻ ഒരുക ക്ലിന്റന്റെ കാമിക്ക് മോണിക്ക ലെവൻസ്കി 2 മായുടെ മഹാത്മത്തെക്കുറിച്ച് മുഴുകയാണെങ്കിൽ മണ്ണിലെ മൂലകങ്ങളെ മങ്ങിടാതെ കാത്തിടാൻ മണ്ണോലിപ്പ് തടയാനും മരങ്ങൾ മതി. മരമില്ലാതായാൽ പിന്നെ മഴയില്ലാതായി മാറും, മഴയില്ലാതായാൽ പിന്നെ മണ്ണിടം മോശം. കലയിൽ കൂടുതലും കായാണ്. കൂത്തു, കൂടിയാട്ടം, കാവടിയാട്ടം, കുറുത്തിയോട്ടം, കുത്തിയോട്ടം, കടുവാലി, കോൽത്തലി, കോലംതുള്ളൽ, കുമ്മാട്ടി, കഥകളി. ആയോധന കലകൾ 3 കായാണ്. കരാട്ടെ, കളരി, കുംഫു. കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ്. കൈ, കാല്, കണ്ണ്, കാത്, കരള്, കവിള്, കഴുത്ത്, കഷ്ണം, കൺപീലി, കർണം, കുംഭ, കിണ്ണി, കുടവയർ, കൃഷ്ണമണി. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ സരിഞ്ചേട്ടൻ വന്ന് കയറും. നീ കാ നീ മാ, ഇനി കമ്മാന്നൊരു അക്ഷരം വിടരുത്. അതായിരുന്നു അന്നത്തെ ക്ലൈമാക്സ്. എന്റെ ഒരു ചെറിയ ആഗ്രഹം, ഇതൊക്കെ പഠിക്കാൻ എന്താ ചെയ്യണ്ടേ? ഇത് പഠിക്കാൻ നല്ല ലോൺ എടുക്കണം. എന്നിട്ട് ബാങ്കിൽ നിന്ന് വിളി വരും CC മുടങ്ങിയെന്ന്. അപ്പൊ നമ്മൾ എന്തും ചെയ്യും. ഇത് പഠിച്ച് വിറ്റ് കാശാക്കും. അല്ല നമ്മൾ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് അറിയാനും. ഇത് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം മറ്റേ ആങ്കറിങ് ആദ്യം ഒന്ന് കറക്റ്റ് ആക്കിയായിരുന്നു. എവിടെയോ കിടക്കുക. ഇത് നിങ്ങൾ ശരിയാക്കിയ അതെ, അത് ഞാൻ പഠിക്കുന്നുണ്ട്. മായുടെ സിനിമ പേരുകൾ ഓർമ്മയുണ്ടോ? സിനിമ നടന്മാരുടെ പേര് ഓർമ്മയുണ്ട്. പറഞ്ഞേ. മലയാള സിനിമയിലെ 3 മായുള്ള മമ്മൂട്ടിയാണ് മെഗാസ്റ്റാറായി മിന്നിത്തിറങ്ങുന്നത്. 3 മായുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളിൽ മഹാവില്ലനായി കിടന്നു വന്ന മോഹൻലാൽ എന്ന മറ്റൊരു മാക്കാരൻ. അങ്ങനെ 3 മായുള്ള മമ്മൂട്ടിയും 2 മായുള്ള മോഹൻലാൽ മാത്രമല്ല മലയാള സിനിമയിലെ മാക്കാരും മണിയമ്പിൾ രാജ്, മഹേഷ്, മുകേഷ്, മനോജ് കെ, മനോവർമ്മ, മുകുന്ദൻ, മാഫേസി, മച്ചാൻ വർഗീസ്, മണവാളം ജോസും, മഞ്ജു, മഞ്ജുവാരി, മാധവി, മാനസി, മേനക, മോനിഷ, മനിഷ കൊയ്രാള, ഇന്നിങ്ങനെ പോകും മലയാള സിനിമയിലെ മാക്കാർ. കണ്ണു കാണാത്ത കുരുടനെ കാണികളെ കരയിപ്പിക്കാൻ കലാഭൂമണി കാലാരംഭിക്കുന്ന കാട്ടിലെ മാനെന്ന ഗാനമാണ് പാടിയത്. കാര്യഗൗരവമില്ലാത്ത കുട്ടികളെ മറത്ത കരുമാടിക്കൂട്ടനെപ്പോൾ കൈകൊട്ട് പെണ്ണെ തുടങ്ങുന്ന മറ്റൊരു ഗാനമാണ് പാടിയത്. കുളനെയും കുബേരനെയും കസനതനം കമലഹാസനിൽ കായുണ്ട്. നടുക്ക് കായുള്ള ഷക്കീലായിരുന്നു കേരളത്തിലെ കൗമാരക്കാരെയും കോളേജ് കുമാരന്മാരെയും കോരി തെറിപ്പിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ കനകത, കൽപ്പന, കൊട്ടാരക്കര, കായമാധവ്, കുഞ്ചാക്കവും കവേർ KP ചിരിത, KT സ്പടനിൽ, കൈതപ്പുറം, KJ യേശുദാസ് എല്ലാം കാകാരന്മാരാണ്. മതി, ഇനി നമ്മളിപ്പോൾ മത്സരമില്ല. നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് TV-യിലൂടെ അല്ല, എന്നെ നേരിട്ടാണ് കാണുന്നത്. എന്നാൽ പ്രേക്ഷകർ എന്നെ കാണുന്നത് TV-യിലൂടെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആദ്യമായിട്ടും TV കാണുന്ന ദിവസം ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മളൊക്കെ ഈ TV-ക്ക് അകത്താകുമെന്നും ഇതൊരു വരുമാന മാർഗമാകുമെന്നും. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഈ TV-യെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. ഒരുപക്ഷേ ഈ മുൻപിരിക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് TV ഇല്ലാത്തൊരു കാലഘട്ടമോ അല്ലെങ്കിൽ TV ആദ്യമായിട്ട് വരുന്ന കാലഘട്ടമോ പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് TV വരുന്നത് പുത്തൻ വീട്ടിലാണ്. പേരെയുള്ള പുത്തൻ വീട്, ഒരു അന്നത്തെ കാലത്ത് ഒരു 10-45 വർഷത്തെ പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. ആഴ്ചയിൽ ഒരു ദിവസമാണ് മലയാള സിനിമയുള്ളത്, ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക്. ആ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കുള്ള സിനിമ കാണാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലെ ആബാലവൃദ്ധ ജനങ്ങളും ഈ പുത്തൻ വീട്ടിൽ സിറ്റൗട്ടിലോട്ട് ഇങ്ങനെ ഒഴുകിയെത്തുക. ഒരു 3-3:30 ആകുമ്പോഴേക്കും ആൾക്കാർ വരും.
ഒരു 3:45 അവിടുത്തെ സാറ് അവർ TV ഹാളിൽ നിന്ന് ഇങ്ങനെ മാറ്റി സിറ്റ് ഔട്ടിലോട്ട് തിരിച്ചു വെക്കും. അപ്പോൾ ആദ്യം വരുന്നവർക്ക് ഈ സിറ്റ് ഔട്ടിൽ തറബെഞ്ചിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. താമസിച്ച് വരുന്നവർക്ക് ബാക്കിലൊരു അരമതിലുണ്ട്. ആ അരമതിലിൻ്റെ പിന്നിൽ ഈ ചുടുകട്ടയും പിന്നെ ഈ കവളമടലും ഒക്കെ എടുത്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി നിൽക്കും. അപ്പം നമ്മളതിന് ബാൽക്കണി എന്നായിരുന്നു പറയുന്നത്. അതിനുശേഷം 3:55 ആകുമ്പോഴേക്ക് സാർ ഇങ്ങനെ വരുന്നു. സാറ് TV പതുക്കെ ഓണാക്കും. ആദ്യം ഒരു വെളുത്ത ഒരു മഞ്ഞ് പോലെ സ്ക്രീൻ വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ തേനീച്ച പോലെ ഗ്രെയിൻസ്. അപ്പോൾ നമ്മൾ തേനീച്ചായിരുന്നായിരുന്നു പറയുന്നത്. അതിനുശേഷം സിനിമ ഇങ്ങനെ ഓപ്പൺ ആവുക. സിനിമ ഇങ്ങനെ തുടങ്ങുമ്പോൾ തിയേറ്ററിലെ പോലെ ബിസിലടിയോ കയ്യടിയോ ആരോ ഒന്നും അവിടെ നടക്കുന്നില്ല. കാരണം അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ഈ മുത്തശ്ശിക്ക് ഇവിടെ ആൾക്കാർ കൂട്ടം കൂടി വന്നിരിക്കുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ അവിടെ സാറ് എന്ന് പറയും, എന്താമേ TV ഒന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ, കണ്ട് സന്തോഷിച്ച് പോട്ടെ. പക്ഷെ മുത്തശ്ശി ഇതുകൊണ്ടൊന്നുമല്ല പറയുന്നത്. ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ചാരി ഇരുന്ന് ഈ തലമുടിയിലെ വെളിച്ചെണ്ണയും കരിയും ചെളിയെല്ലാം കൂടി ഭിത്തിയിൽ ഇങ്ങനെ കറുത്ത പാട് പോലാവും. അതിങ്ങനെ ലാമിനേഷൻ ചെയ്ത പോലെ ഇരിക്കുക, കഴുകിയാൽ പോലും പോകത്തില്ല. നമ്മൾ സിനിമ കണ്ടൊരു എനർജി ആയ ഒരു സമയത്ത് മുത്തശ്ശി എഴുന്നേറ്റിട്ട്, അയ്യോ TV ചൂടായി കേട്ടോ, ചൂടായി, TV അങ്ങ് ഓഫ് ചെയ്യും. മക്കളെ മുത്തശ്ശി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാൻ അകത്തോട്ട് പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചൂടായിട്ടിരിക്കുക, എന്തെങ്കിലും പറയാൻ പറ്റുമോ? രണ്ടാമത് വീണ്ടും മുത്തശ്ശി വെള്ളം കുടിച്ചിട്ട് തിരികെ വരുമ്പോൾ ഒരു മുറുക്കാമ്പതി കൈ കാണും. തിരിച്ച് വരുമ്പോൾ ചൂടൊക്കെ മാറി കേട്ടോ, TV ഓണാക്കി മുറുക്കാനൊക്കെ എടുത്ത് ഇങ്ങനെ മുറുക്കി വെളിയിൽ വാതിലിലോട്ട് നീട്ടിയൊരു തുപ്പ. അപ്പോൾ അങ്ങനെ പലപ്പോഴും തുപ്പ. ഓരോ സമയം നോക്കിയപ്പോഴേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കുറച്ച് സമയത്തേക്ക് കളർ TV ആയിട്ടിരിക്കുന്നു ഈ തുപ്പൽ തെറിച്ചിട്ട്. മലയാളികൾക്ക് കോമണായിട്ട് ദേഷ്യം തോന്നുന്ന ഒരു ടീമുണ്ട്. ബാലകൃഷ്ണൻ, മായ, അളകനന്ദ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അവർ TV ന്യൂസ് വായിക്കുന്നവരാണ്. TVയുടെ ക്ലൈമാക്സ് ഇങ്ങനെ ആയി വരുമ്പോഴേക്കാണ് TV എഴുതി കാണിക്കും, പ്രധാന വാർത്തകൾക്ക് ശേഷം മലയാള ചലച്ചിത്രം തുടരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർവെലാണ്. അപ്പോൾ ടോയ്ലറ്റിൽ പോകുന്നവർക്കൊക്കെ ബാക്കിൽ പോകാം, ആ വരമ്പ് നിന്ന് കാര്യം സാധിക്കാം. അപ്പോൾ ഈ ഇരിക്കുന്നവരാരും എഴുന്നേക്കത്തില്ല, കാരണം ഈ സീറ്റ് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇരിക്കുന്നവരാരും എഴുന്നേക്കത്തില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഈ ദേശീയ നേതാക്കന്മാരോട് സത്യം പറഞ്ഞാൽ ഭയങ്കര ആരാധനയാണ്. അവർക്ക് സ്വന്തം അച്ഛനോടും അമ്മയോടും ഇല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും. അവർക്കാർക്കും ഒരാപത്തും വരരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കാരണം മറ്റൊന്നും കൊണ്ടൊന്നുമില്ല, ഇവരാരെങ്കിലും മരിച്ച പിന്നെ ഒരാഴ്ചത്തേക്ക് TV വീണവായനയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മരിക്കുന്നത്. അന്നും ഒരാഴ്ച മൊത്തം വീണവായനയായിരുന്നു. വീണവായനയാണെങ്കിലും നമ്മൾ പതുക്കെ ആ ഗേറ്റിൻ്റെ അടക്കം ചെന്ന് ചെവി ഇങ്ങനെ വെക്കും. വീണവായന അങ്ങ് ഇടയ്ക്കാണ് നിർത്തിയാലോ. പക്ഷേ വീണവായന ഫുള്ള് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വീണവിദ്വാനുണ്ടായിരുന്നു, ജോൺസൺ ആശാൻ. പുള്ളി AR ഫെയിമ. പുള്ളിയാണ് അന്ന് ഈ രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് അവിടെ വീണ വായിക്കാൻ വേണ്ടി പോയത്. അദ്ദേഹം അവിടെ ഒരാഴ്ച വീണ വായിച്ചു. ആശാൻ അവിടെ നിന്ന് തിരിച്ചു വന്നിറങ്ങുമ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിന് പേരിട്ടു നീറോ ചക്രവർത്തി. കാരണം അവിടെ വീണ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് വീടും പുരയുടെ മൊത്തം കത്തിപ്പോയി. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രേമങ്ങളെല്ലാം പൊട്ടിവിടുന്നത് ഈ സിറ്റ് ഔട്ട് വെച്ചായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ആൺ പെൺ വ്യത്യാസമൊന്നും വന്നില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ തൊട്ടുരുമ്മി ഇങ്ങനെ ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ജാമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പുള്ളടത്ത് കൊച്ചുങ്ങളെയൊക്കെ പിടിച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ജാമായിട്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് പ്രേമിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ മരഞ്ചുറ്റി പ്രേമോ പാർക്കിലോ ബീച്ചിലോ പോലുള്ള പ്രേമമൊന്നുമില്ല. ഇവിടെ തൊട്ടുരുമ്മി ഇരിക്കുമ്പോഴുള്ള ചില സംസാരങ്ങളില്ല, ആക്ഷൻസുകളാണ്. കാരണം തൊട്ടടുത്ത് അമ്മയും അച്ഛനൊക്കെ കൂടെ ഇരിക്കുമായിരിക്കും. അവർക്ക് ആർക്കും അറിയത്തില്ല ഈ സംഭവം. അവർക്കാർക്കും മനസ്സിലാക്കാനും പറ്റത്തില്ല ചില ആക്ഷൻ. അപ്പോൾ അന്നത്തെ ഈ പ്രേമത്തിൻ്റെ ഒരു പ്രധാന വേർഷനായിരുന്നു കണ്ണിറുക്കി കാണിക്കുന്നത്. കാമുകൻ കാമുകി കണ്ണിറുക്കി കാണിക്കും, അത് അവർക്ക് സൂഹിക്കും. പിന്നെ കാമുകി അല്ലാത്ത ആൾക്കാരെ ചിലർ ആണുങ്ങൾ കണ്ണിറുക്കി കാണിക്കും. അത് ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലരാണ് കല്ലെടുത്തെറിയും. അപ്പോൾ അതല്ലാതെ മറ്റ് ശല്യങ്ങളൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഈ പണക്കാരും തീരുമാനിക്കുന്നത് വീടിൻ്റെ പുറത്ത് ഏരിയലുണ്ട് ആൻറ്റിന എന്ന് പറയുന്നത്. അത് നോക്കിയാണ് പണക്കാരും തീരുമാനിക്കുന്നത്. ആൻറ്റിന എന്ന് പറയുമ്പോൾ ഒരു 10-30 അടി പൊക്കം, അതിൻ്റെ പുറത്ത് ഇങ്ങനെ മീൻമുള്ള് പോലിരിക്കുന്ന ഒരു ആൻറ്റിന അന്നത്തെ. അപ്പോൾ ഈ മീൻമുള്ള് ആണെന്ന് കരുതി ചില കാക്കയെ പൂച്ചയൊക്കെ വന്ന് ഇതിനകത്ത് കൊത്തും, ഈ ആൻറ്റിനെ കൊത്തുന്ന സമയത്ത് TVക്ക് ഒരു അസുഖമുണ്ട്. നമുക്ക് ചില അസുഖങ്ങളുണ്ട്, മൈഗ്രെയിൻ. പക്ഷേ ഈ TVക്ക് അതല്ല, ഗ്രെയിൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രെയിൻസ് മാറ്റാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു വിദഗ്ധനായ ഒരാളുണ്ടായിരുന്നു, പ്രകാശണ്ണൻ. ആ നാട്ടിലെ ആസ്ഥാന ഗ്രെയിൻസ് മാറ്റക്കാരൻ. ഈ ഗ്രെയിൻസ് മാറ്റുന്ന ഒരു കോഴ്സ് 6 മാസം ഇവിടെ പോയി പഠിച്ചതായി ഈ പ്രകാശണ്ണൻ. അപ്പോൾ ഈ പ്രകാശണ്ണൻ ഇവിടുത്തെ TVക്ക് ഒരു ഗ്രെയിൻസ് വന്നാൽ അപ്പോൾ സാറ് പറയും, പ്രകാശണ്ണനെ ഒന്ന് പോയി വിളിച്ചേ. 2 പയ്യന്മാർ സൈക്കിളിൽ പോകുന്നു, പ്രകാശനെ വിളിച്ചുകൊണ്ട് വരുന്നു. ഒരു കളക്ടർ വരുന്ന പവറാണ് പ്രകാശന് 2 സഹായികൾ കൂടെ കാണും. ഒരു സഹായി നേരെ വന്ന് ഈ TVയുടെ നോവെ പിടിക്കും, ഒരു സഹായി മുറ്റത്ത് നിൽക്കും, പ്രകാശന ഏറ്റവും മുകളിൽ കയറും. അപ്പോൾ ഇങ്ങനെ ഗ്രെയിൻസ് മാറ്റുകയാണ്. സംഭവം എന്താ പറയുക, മേപ്പോട്ടിരുന്ന കമ്പിയിൽ ക്രോസ് ഒരു ചെറിയ കമ്പി വെച്ചിട്ടുണ്ട്, അതിൽ പിടിച്ചിങ്ങനെ തിരിച്ചാൽ മാത്രം മതി. പക്ഷേ ഈ ട്രിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല പ്രകാശന, സ്വന്തം സഹായികൾക്ക് പോലും ഈ ട്രിക്ക് പറഞ്ഞു കൊടുക്കത്തില്ല.
അപ്പോൾ അങ്ങനെ ഈ ടി വി ഉള്ള എല്ലാ വീടുകളിലും പ്രകാശനൻ ഒരു അവിഭാജ്യ ഘടകമായി മാറി. പ്രകാശനൻ ഗ്രെയിൻസ് മാറ്റാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഗ്രെയിൻസ് മാറ്റി പ്രകാശനൻ 2 കണ്ണിന് ഗ്രെയിൻസ് ആയിട്ട് മാറി. ഇപ്പോൾ ചെങ്ങന്നൂർ ഒരു കണ്ണാടിക്കട ഇട്ടുക, ഗ്രെയിൻസ് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് കാലം മാറി, രൂപം മാറി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കളർ ടി വി ആയി മാറി, ആൻറ്റിന ഡിഷായി മാറി, കേബിൾ ടി വി ആയി മാറി, നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ടി വി വരെയായി. പുതിയ ചാനലുകളായി, ചാനലുകൾ തമ്മിൽ മത്സരമായി, പുതിയ പ്രോഗ്രാമായി. അങ്ങനെ പോപ്പുലറായ ഒരു ചാനലിൻ്റെ പോപ്പുലറായ ഒരു പ്രോഗ്രാമിൽ പോപ്പുലറായ 2 സിനിമാ നടന്മാരുടെ മുൻപിൽ പോപ്പുലർ ആകാൻ വേണ്ടി ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ നാട്ടുകാർ പറയും, അങ്ങനെ അനില വന്നിട്ട് ഈ ടി വിക്കകത്തായി. അനിലേട്ടാ നന്നായിട്ടുണ്ട്. അനിലേട്ടാ നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ ടി വി ഇല്ലാത്ത കാലമൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. ഇപ്പൊക്കെയാണ് നമുക്ക് മൊബൈൽ എവിടെ പോകുമ്പോഴും വേണം. അതുപോലെ അന്നത്തെയൊക്കെ കാലത്ത് ഇപ്പൊ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ധർമ്മൻ ചേട്ടാ, അല്ലേ അവതരിപ്പിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു വിഷയമാണ്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറിയ പിള്ളേർക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പ്രകാശൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തുള്ള ഒരു കഥാപാത്രമാണ് ഈ പ്രകാശൻ എന്നൊക്കെ പറഞ്ഞാൽ. പണ്ട് പോലെ ടി വി വന്ന ടൈമിന്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഒക്കെ ഉള്ള ടൈമിന് ഞങ്ങളുടെ അടുത്തുള്ള ഗൾഫുകാരൊക്കെ വരുമ്പോഴാണ് VCR VCP ഒക്കെ കൊണ്ടുവരുന്നത്. VCR ഒക്കെ കൊണ്ടുവരുന്നത്. അന്ന് ഈ കാസറ്റൊക്കെ ഇടാൻ നേരത്ത് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോകുമ്പോൾ ഇത് അഴിച്ചെടുത്തിട്ട് ഒരു തുപ്പിലോട്ട് തുടക്കണ പരിപാടിയൊക്കെ ഉണ്ട്. ഈ റിബണൊക്കെ തുടച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാനായിട്ട് വിദഗ്ധരായിട്ടുള്ള ഒരുത്തരുണ്ടാവും. അവനായിരിക്കുള്ള ആ വീട്ടുകാരുടെ ഭയങ്കര പ്രകാശൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ പ്രായത്തിലുള്ളവർക്ക് കറക്റ്റാണ് അനിൽ പറഞ്ഞത്. ഒരു അനുഭവം പറഞ്ഞു പോയ പോലെയാണ് എനിക്ക് കൂടുതൽ അനുഭവപ്പെട്ടത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അനിലേട്ടൻ പറഞ്ഞ എല്ലാ ഓർമ്മകളും കൃത്യമായിട്ട് കണക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ടി വി കാണാൻ വേണ്ടി വേറെ വീട്ടിൽ പോയിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ടീച്ചറാണോ? ആദ്യമായിട്ടൊരു ടീച്ചറിനെ കൈപൊക്കി ചെയ്യാനുള്ള സമ്മാനം എനിക്ക് തന്നെ. ഞാൻ പൊളിച്ച്. ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്? വിസ്ഡം കോളേജ്, കുന്നംകുളം. ഏത് പരിപാടിയാണ് ടീച്ചർ അപ്പുറത്തെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത്? സിനിമകൾ കാണാനാണ് പോകാറുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമാണ് സൺഡേ ട്യൂഷന് പോകാൻ. ഞാൻ എപ്പോഴും ഓർക്കണ ഒരു സംഭവമാണിത്. സൺഡേ ട്യൂഷൻ ആ മാഷാണെങ്കിൽ 5 മണി 4:30 5 വിടുള്ളൂ. സിനിമ കാണിക്കല്ല നമ്മളെ. സിനിമ കാണിക്കാൻ ഒരിക്കലും കൊണ്ടാക്കാറില്ല. ഞാൻ ടീച്ചറിന്റെ സ്റ്റുഡൻസിന് എടുത്തിട്ട് പറയണം, എനിക്ക് ദേഷ്യം വരുന്നു. എന്റെ മെയിൻ പരിപാടി ഏതായിരുന്നു പറയാം? ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത് He-Man and the Masters of the Universe. ഞാനൊക്കെ കണ്ടിട്ടുള്ളത് ചിത്രഹാറാണ്. ചിത്രഹാറ്, രംഗോലി, സപ്താഹിക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു കെട്ട് പരിപാടികൾ ഞാൻ കുറച്ച് കാലങ്ങളിൽ എനിക്ക് അപ്പുറത്തെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയിട്ടുണ്ട്. പിന്നെ DD2 വന്നു, ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. DD2 ക്ലിയർ ആയിട്ട് കെട്ടാൻ വേണ്ടി ആന്റിനിൽ ട്യൂബ് ലൈറ്റ് വെച്ച് കെട്ടിയാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി. അതിനുശേഷം പിഷാരടി കേബിൾ TV നടത്തി. കേബിൾ വന്നേ പിന്നെ കേബിൾ TV നടത്തിയിട്ടുണ്ട്. കേബിൾ TV വന്നേ പിന്നെ കേബിൾ TVയിലെ ജൂക്ക് ബോക്സ്, ഒരു കമ്പ്യൂട്ടർ മേടിച്ച് അതിൽ കുറെ പാട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലാൻഡ് ഫോൺ കണക്ഷൻ എടുത്ത് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആൾക്കാർക്ക് പാട്ട് കേൾക്കാം. ജൂക്ക് ബോക്സ് ഒക്കെ എൻ്റെ ജൂക്ക് ബോക്സ് ആയിരുന്നു അവിടെ നടന്നത്. പക്ഷേ ജൂക്ക് ബോക്സ് ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് സ്റ്റക്ക് ആവും. പിന്നെ അതിൻ്റെ മേളിൽ ചെന്നത് ഓടിച്ചു വിടണം. അങ്ങനെ കുറച്ച് നാൾ കേബിൾ TV പരിപാടി, ജൂക്ക് ബോക്സ് പരിപാടി. ഞങ്ങളുടെ നാട്ടിൽ ഈ ഇൻ്റർനെറ്റ് വന്ന സമയത്ത് ടെലിഫോൺ ബൂത്തിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് കഫേ തുടങ്ങിയപ്പോൾ വൈകിട്ട് 6 തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 വരെ ഇൻ്റർനെറ്റ് കഫേയിലെ വിദഗ്ധൻ, അവിടുത്തെ ശാസ്ത്രജ്ഞൻ ഞാനായിരുന്നു. റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് പിള്ളേർക്ക് റിസൾട്ട് പറഞ്ഞു കൊടുക്കുന്ന പണിയെടുക്കൽ, അങ്ങനെ പല പണി എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം ഗംഭീരമായി. അനിൽ, താങ്ക് യു. പനിലേട്ടാ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ടൈം വരണം പൂർവാധികം ശക്തിയോടുകൂടി. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് അനിലേട്ടാ. ഫൺസ് അപ്പോൺ എ ടൈം വേഷൻ 2 എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ ഇന്ന് എത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റ് ഒരു ആക്ടറാണ്, ഒരു കൊമേഡിയനാണ്, അതിലുപരി ഒരു ഡയറക്ടർ കൂടിയായ നമ്മുടെ സ്വന്തം യൂസഫ് ഖാനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ഹരിശ്രീ യൂസഫ്. യൂസഫിക്കയുടെ ഒരു ത്രോയും ഒരു എനർജിയും പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. ഒപ്പം പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗംഭീര പെർഫോമറാണ്. സ്ക്രിപ്റ്റ് എഴുതും, ഇഷ്ടംപോലെ കോമഡി പരിപാടികൾക്ക് എഴുതിയിട്ടുണ്ട്, കോമഡി പെർഫോം ചെയ്തിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹലോ ദുബായിക്കാരൻ എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്.
ചെറിയ കാര്യങ്ങളല്ലേ ഇതെല്ലാം. അതിൽ ഞാൻ വലിയ ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ട്. ധർമ്മജൻ വലിയ വേഷം അത് അഭിനയിച്ചു. മാത്രമല്ല യൂസഫിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂസഫിയുടെ കൂടെ എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോയാലും അത് 1 മാസമാണെങ്കിലും 2 മാസമാണെങ്കിലും ബോറടിക്കൂല എന്നുള്ളത്. ഒരാൾക്ക് കൂടെയുള്ള ഒരാളും ബോറടിക്കാത്ത വിധത്തില് കഥകള് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് നമ്മളുടെ സദസ്സുകളെ ചിരിപ്പിക്കുന്നതിൽ ഒരു വലിയ നൈപുണ്യമുള്ള ആളാണ് യൂസഫക്ക. ഇപ്പൊ യൂസഫക്കയുടെ ഏറ്റവും പുതിയ വിശേഷം എന്താ യൂസഫക്ക? ഒരു ഭാഗ്യം എന്ന് പറയാം. ലാൽ ജോസ് സാർ, ഇക്ബാൽ കുറ്റിപ്പുറം എന്ന 2 ലെജൻഡിൻ്റെ ഒരു പടമായ മ്യാവു എന്ന സിനിമയിൽ ഒരു 4 പേരിൽ ഒരാളായിട്ട്, അതായത് സൗബിനും മമതയും നായകൻ, പിന്നെ സലിംകുമാറും ഞാനുമാണ് ആ സിനിമയിൽ വലിയ ഒരു വേഷം ചെയ്തിരിക്കുന്നത്. ചന്ദ്രേട്ടൻ എന്നൊരു കഥാപാത്രമാണ്. വളരെ സന്തോഷം. അത് ഡിസംബർ ജനുവരിയൊക്കെ റിലീസാകും. അതെ, അതിൻ്റെ ഒരു ഹാപ്പിയിലാണ്. അതിന്റെ ഹാപ്പിയാണ്. അത് ഗംഭീരമാകും. വലിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് പൊളിഞ്ഞ് നശിച്ച് കടം കയറി ലോൺ അടയ്ക്കാൻ പറ്റാതാകുമ്പോൾ പുള്ളിയെ വിളിച്ചാലും ആ കഥ ഹ്യൂമറായിട്ട് യൂസഫക്ക പറയുള്ളൂ. അത് മാത്രമല്ല യൂസഫിക്ക് അതേപോലെ ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് പൊട്ടിയിട്ട് അതിന്റെ കഥകൾ കേട്ടാൽ തന്നെ നമുക്ക് ഒരു ദിവസം എന്റെ ലക്ഷ്യങ്ങൾ പോയത് മറ്റുള്ളവർക്ക് തമാശയിട്ടാണ്. അതായത് നമുക്ക് ഓരോ ആൾക്കാർക്ക് ഒരു പണി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ നിനക്ക് പറഞ്ഞേക്കണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കോമഡിയാണ്. പക്ഷെ പരിപാടിയൊക്കെ കുറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, എന്തെങ്കിലും നമുക്ക് തുടങ്ങണ്ടേ. അപ്പൊ പിഷാരുടെ മീൻ കച്ചവടം തുടങ്ങി, ധർമ്മജൻ മീൻ കച്ചവടം തുടങ്ങി. അതിനൊക്കെ ഞാൻ ധർമ്മനെ വിളിച്ചു ചോദിച്ചപ്പോൾ ധർമ്മജൻ പറഞ്ഞു 35 ലക്ഷം രൂപ വേണം ചേട്ടാ മീൻ വിൽപ്പന തുടങ്ങാനും. ഞാൻ പറഞ്ഞു ഒരു കൊട്ടയ സൈക്കിൾ ഉണ്ടെങ്കിൽ ഞാൻ വിറ്റ് കിടന്നാലേ, ഒരു 2500 പരിപാടി കിടന്നാലേ. ഞാനൊരു 5-8 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു ചെറിയൊരു ബേക്കറി തുടങ്ങി പടുതല ജംഗ്ഷനിൽ. സത്യം പറയാനില്ല, ഇതിനെക്കുറിച്ച് ABCD അറിയാതെ ഒരു കട എടുത്തു, കണ്ടു, റോഡ് സൈഡാണ്, ഇഷ്ടംപോലെ ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ മുതൽ പോകുന്നു. അപ്പൊ ഈ പോണ ബൈക്കിന്റെ ഒരു 10% നിർത്തിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അതാണ് എൻ്റെ സംഭവം. അപ്പൊ ബേക്കറി തുടങ്ങി, ഒറ്റ മനുഷ്യൻ കയറിയില്ല. ആദ്യത്തെ ഒരു ഭംഗിക്ക് വേണ്ടി കുറെ കുടുംബക്കാർ വരുമല്ലോ, 1/2 കിലോ അരിവ, മറ്റേ ലഡു, അങ്ങനെ അത് മാത്രം വന്നു. പിന്നെ വന്നിട്ടില്ല അവർ, കാരണം എന്തുമായതുകൊണ്ട് കയറിയതാ. പിന്നെ ഞാൻ ഈ രാവിലെ തുറന്നിരിക്കും, ബൈക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. എൻ്റെ പെടലി ഇടറിയതല്ലാതെ ഒരെണ്ണം നിർത്തില്ല. സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് ഈ സൈഡ് തിരിഞ്ഞ് നോക്കൂല, കത്തിച്ച് പോകാം. അങ്ങനെ നോക്കിയപ്പോൾ ഈ ബേക്കറി കൂട്ടി. അപ്പൊ ഇനി എന്തായാലും പെട്ടെന്ന് കൂട്ടാൻ എന്തെങ്കിലും കൂടി തുടങ്ങണമല്ലോ. ചീത്തയാവാത്ത സാധനത്തിന്റെ കച്ചവടം തുടങ്ങാൻ തരും. അതെ, ചീഞ്ഞു പോകാത്ത സാധനം. പപ്സ് ആകുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കുറച്ച് തുണിത്തരങ്ങൾ കയറ്റാം. ഞാനൊരു ചെറിയ ടെക്സ്റ്റൈൽസ് ആക്കി. ബേക്കറി എത്രയും 2 ദിവസം കൊണ്ട് ടെക്സ്റ്റൈൽസിലായി. കടക്കാർ വന്നിട്ട് ഇത് ഇന്നലെ ബേക്കറി ആയിരുന്നില്ല, ഞാൻ അതൊക്കെ കൊണ്ടുപോയി അലുവായി അതൊക്കെ ഉറുമ്പെടുത്തിട്ട് പോയി. ബേക്കറിയുടെ ഇങ്ങനെ ഇരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന ചില്ലുകൂടില്ലേ, അതിനകത്ത് ഷർട്ട്, സത്യം ഭരണിയിലൊക്കെ ഷഡ്ഡി. അലുമിനിയത്തിന്റെ ഇത്ര ഉള്ളൊരു ട്രേ ഉണ്ട് ലഡു വെക്കുന്നത്. ഞാൻ നോക്കുമ്പോ അതിനകത്ത് ജീൻസ് വെച്ചിട്ട് ചേട്ടാ ജീൻസ് കാണിച്ചെന്ന് പറഞ്ഞാൽ ട്രേയിൽ ഇട്ടിട്ടാ ജീൻസ് കാണിച്ചു തരുന്നത്. ലഡു എടുത്തു കൊടുക്കുന്ന സാധനമല്ലേ, ഇങ്ങനെ പിടിച്ച് ഇറക്കി എടുത്തു കൊടുക്കുന്നത്, അതിനാണ് ഷഡ്ഡിയൊക്കെ എടുത്തു കൊടുക്കുന്നത്. കറക്റ്റ്. എന്നിട്ട് ഈ അവസ്ഥ തന്നെ, ബൈക്കുകാർ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഞാൻ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഊരെണ്ണം നിർത്തണില്ല. എങ്ങനെ നിർത്താൻ പറ്റും? നമ്മൾ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ. എങ്ങനെ നിർത്താൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഐഡിയ, ഈ കുറഞ്ഞ ചിലവിലുള്ള ജീൻസ് ഉണ്ട്, അത് കുറച്ച് ഇറക്കിയാലോ. എൻ്റെ സാധാരണ ജീൻസ് പറഞ്ഞാൽ 600-900 രൂപയ്ക്കാണ്. അത് മാഡം മേടിക്കൂല. 200 രൂപക്ക് ജീൻസ്. ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഈ സെക്കൻഡ് ഹാൻഡിൽ വിൽക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് പറ്റി ചേട്ടാ ഒരു 500 ജീൻസ് വേണം. 500 ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എത്രക്ക് വരെ 110 രൂപക്ക് മോന് തരാം എന്ന് പറഞ്ഞ് 110 രൂപക്ക് ഞാൻ എറണാകുളത്ത് ഒന്ന് കാറ് ഒന്ന് കുറേ ജീൻസ് എടുത്തോണ്ട് പോയിട്ട് കടയിൽ കൊണ്ട് വെച്ചിട്ട് 200 രൂപയുടെ ഒരു പോസ്റ്റർ അടിച്ച് ജീൻസുകൾ 200 ഒട്ടിച്ചു വെച്ച്. അതായത് ബൈക്കുകാരും വരുമ്പോൾ കാണണം, 6 ഒട്ടി വെച്ചേക്കുവാ. രാവിലെ പോയപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. 3:30 മണിയായപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റിനടുത്താണല്ലോ ബോട്ട്. ഒരാൾ കണ്ട് ജീൻസ് വമ്പിച്ച വില കുറവ് 200 ഒന്ന് ചവിട്ടി. ഒരാൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ കട കണ്ടിട്ട് നിർത്തിയിട്ട് എന്നിട്ട് പറയും ഇതെപ്പോൾ തുടങ്ങിയിട്ടാ ഈ കടയിൽ? ഞാൻ പറഞ്ഞു 6 മാസമായി. അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, നിങ്ങൾ തിരിഞ്ഞു നോക്കണം, നല്ല കാണുള്ളൂ. അയാൾ വാങ്ങിക്കുന്നു, 200 രൂപക്ക് വാങ്ങിക്കുന്നു. ഇയാൾ നിർത്തണം കണ്ടപ്പോൾ വേറൊരാളൊന്ന് നിർത്തി, അയാൾ മേടിക്കുന്നു. ഒരു 1/2 മണിക്കൂർ കൊണ്ട് എൻ്റെ കടയുടെ മുമ്പിൽ 10-45 ബൈക്ക്. അതുവരെ ഒരു ഈച്ചക്കാളി പോലും ഇല്ലാത്ത കടയിൽ ആളും കൂടി ബഹളം. ഞാൻ ഭയങ്കര കച്ചവടം. ഒരാഴ്ച ഭയങ്കര കച്ചവടം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റിൻ്റെ പ്രവാഹം തുടങ്ങി. ഞാൻ കടയിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മേടിച്ച ആൾ വന്നിട്ട് ചതിയാണ് കേട്ടാ ചെയ്തത്. ഞാൻ പറഞ്ഞു എന്ത് കേട്ടാ? മഴ പെയ്ത് വെള്ളം നിറഞ്ഞപ്പോഴേ പുള്ളി കല്യാണ വീട്ടിൽ ചെന്ന് ഷർട്ട് ഇൻ ചെയ്തെന്ന് ഊരിയിട്ടതാ. ഈ ഇൻ ചെയ്ത ഭാഗത്ത് ഈ ഉള്ളിൽ പോയി മാത്രം നീല ഷർട്ട്, ഇവിടെ വെള്ളയും ഇവിടെ മൊത്തം നീല. കാരണം ജീൻസിന്റെ
കളറിളകി പുള്ളി കല്യാണ വീട്ടിൽ കോമാളിയായി. വേറൊരാൾ വന്നേക്കണ്, ഒരു ബംഗാളി. ഒരു ജീൻസും മേടിച്ചോണ്ട് പോയിട്ട് 2 എണ്ണമായിട്ട് കൊണ്ടുവന്നേക്കണം. ഒരെണ്ണം മേടിച്ചോണ്ട് പോയിട്ട് 2 എണ്ണം കൊണ്ടുവന്നേക്കണ്. അത് 2 പീസ്, ഇത് പീസായി പോയെന്ന്. ഒരു കാലമായിട്ട് വന്നേക്കണേ. നമ്മൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ പുള്ളിസേട്ടാ ഞാൻ ജീൻസ് മലയാളത്തൊക്കെ ഇട്ട് ബൈക്കില് ഇങ്ങനെ കേറി, അപ്പോ 2ആയി പോയി. ഒറ്റ നൂലിലടിക്കണ ജീൻസാണേ, ഒറ്റ നൂലിലടിക്കണ സമയത്ത് ഇങ്ങനെയൊക്കെ കയറിയ വല്ല രക്ഷയുണ്ട. ഞാൻ പറഞ്ഞു നോ, ബൈക്കിൽ കയറ്റം, ഉള്ളി സ്ലോ ആക്കി. ഇനിയേ യൂസഫിക്ക് വേറെ ചില വിനോദമുണ്ട്. യൂസഫിക്കയുടെ വീട്ടിലൊരു കാക്ക ശല്യം ചെയ്യുമായിരുന്നു. എന്റെ പൊന്നെ അത് പറയില്ലടാ. അതും കൂടെ പക്ഷെ ആൾക്കാർ പിടിച്ചോണ്ട് പോകും. ഒന്നും പിടിക്കില്ല, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ദിവസം ഒരു കാക്ക, ഞാൻ എന്ത് തെറ്റിയെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്നെ കാക്ക കുഞ്ഞിനെ കൊന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ഈ സാധനം ഒന്ന് തലയിട്ട് വന്നിട്ട് പോണു. ഞാൻ എന്തിനു കാര്യം ഉണ്ടെങ്കിൽ ഉപദ്രവിച്ചാൽ നമുക്ക് ഓക്കെയാണ്. ഇത് എന്നെ കാണുമ്പോ എന്തോ ചതുർത്തി. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ഒരു 10-15 വയസ്സുണ്ട് കേട്ടോ എനിക്ക്. ഇത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ വന്നിട്ട് മാന്തിട്ട് പോകും. ഞാൻ കൊടിയൊക്കെ പിടിച്ചിട്ട് പോയാൽ പിന്നെ കൊടയുടെ ഇവിടെ കൂടിയൊക്കെ ഒന്ന് മാന്താൻ നോക്കണം. അവിടെ പൊക്കത്ത് മാന്താൻ പറ്റില്ല, ഒരു രക്ഷയില്ല. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഞാൻ വീടിന്റെ അകത്തിരിക്കുമ്പോ ഞാൻ അകത്തുണ്ടോന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന തെങ്ങിന്റെ ആ ഓലയൊക്കെ ഉണ്ടല്ല, ഞാൻ വലിക്കുന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സെറ്റപ്പിൽ വലിച്ചൊക്കെ കയറി എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ഞാൻ വിചാരിച്ചു ഈ ഇതിനപ്പോൾ പണി കൊടുത്തിട്ട് ശരിയാവില്ല, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ചിന്തയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അപ്പം എനിക്ക് പോയി പിടിച്ചെടുക്കാൻ പറ്റൂല. ഞാൻ ഒരു 10 രൂപക്ക് പുകല, കറുത്ത പുകലില്ലേ, ഈ വെറ്റേക്ക മുറുക്കണം, നല്ല സ്ട്രോങ് പോലെ. ഞാൻ പറഞ്ഞ കടക്കാര പെട്ടെന്ന് നിലക്ക് പിടിക്കണം, സ്ട്രോങ് പുകല, വടക്കം പുകല, എന്താണെങ്കിലും കുഴപ്പമില്ല, കിഴക്ക തഴക്ക വടക്ക എന്നും എടുത്തോളാൻ പറഞ്ഞു. ഒരു 100 ഗ്രാം മേടിച്ചിട്ട് ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് മെൽറ്റാക്കി നല്ല സൂപ്പറായിട്ടാണ് തിരുമ്പി നല്ല കാപ്പി കളറായി, പച്ചവെള്ളം കാപ്പി കളറായി. അപ്പം ഞാൻ അതിലേക്ക് കുറേ ചോറിട്ടിട്ട് അപ്പം ഇത് വന്നിട്ട് ഈ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുത്തി തിന്നും വന്നിട്ട്. അപ്പം ഞാൻ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ തിന്നിയല്ല. അപ്പം ഞാൻ ഉമ്മ അതങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പം ഉമ്മയൊക്കെ അതുകൊണ്ട് വിശ്വാസമുണ്ട്. എന്നെ വിശ്വാസമില്ല അവന് എന്തെങ്കിലും പണി തരുമെന്നറിയാം. കാരണം ഇങ്ങനെ ചട്ടി കഴിയണ പോലെ അത് മാത്രം ഇട്ടിട്ടൊന്നും അടുത്തില്ല, വേറെ എന്തൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തി ഈ സാധനമായിട്ട് ഇട്ട് കൊടുത്ത് വന്ന് നിന്നിട്ട് ചോറിൻ്റെ കളറൊക്കെ വ്യത്യാസം, കുഴപ്പമില്ല, വിശപ്പുണ്ടായിരുന്നു. കുമ്പനടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആള് തെങ്ങിൻ്റെ പക്കത്തിരിക്കുക. എന്നിട്ട് എന്തോ സംഭവിക്കേണ്ടത് അതിനെ മനസ്സിലായി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വവ്വാല് കിടക്കണ പോലെ അതിൽ കാല് ഈ ഓലയിൽ താഴെ വീണ് പോകുന്ന മനസ്സിലായി. പിടുത്തം വിട്ടിട്ട് തല കറങ്ങിയിട്ട് വവ്വാല് കിടക്കണ പോലെ ഇങ്ങനെ കിടക്കുക. കുറെ കഴിഞ്ഞപ്പോൾ പതക്കവും തല്ലി വന്ന് വീണ്. ഞാൻ ചെന്നിട്ട് എൻ്റെ ശത്രു എന്നെ 1 മാസമായിട്ട് മാന്തണ സാധനം നിസ്സഹായമായിട്ട് കിടക്കുക. എന്നെ ഒന്നും ചെയ്യല്ലേ, അപരാധമായി പോയത്. ഒരു ഈർക്കലെടുത്തിട്ട് വന്നിട്ട് മാന്തുവാടായി മാന്തുവാ കൊന്നൊന്നുമില്ല, ഒന്നും തല്ല ഈർക്കൽ അടിച്ചൊരു 10-15 മിനിറ്റ് ഈർക്കിലിട്ട് അടിച്ച് ഓർമ്മ വന്നപ്പോ എങ്ങോട്ടോ ഓടിപ്പോയി, ദിക്ക് തെറ്റിപ്പോയി, ദിശ തെറ്റിപ്പോയി, മറ്റേ എവിടെയോ പോയി, പിന്നെ ശല്യമില്ല, ആ ഏരിയയിലേക്ക് വന്നിട്ടില്ല. എന്തൊരു ശാസ്ത്രീയമായിട്ടാണ് യൂസഫക്ക. നമ്മള് ഈ ധർമ്മജന്റെ വീടിനടുത്ത് ഒരിക്കൽ രാത്രി ഒരു മരിച്ചു വീട്ടിൽ പോയത് ഓർക്കുന്നുണ്ടോ? ഓർമ്മിക്കല്ലേ, സത്യത്തിൽ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ചിരിച്ചുപോയി. ഏതൊരു അപ്പാപ്പനാണ്, ഇവന്റെ ബന്ധമൊന്നുമല്ല, ഒരു പരിചയക്കാരൻ ഒരു അപ്പാപ്പൻ മരിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ അപ്പാപ്പൻ ഒരു പരിചയക്കാരൻ ഒരു അപ്പാപ്പൻ ഇവിടെ ഫ്ലാറ്റിൽ മരിച്ചിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ മോശം. ഞാനിപ്പോൾ വന്നിട്ട് ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷാർട്ടുണ്ട് ആരുണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിയായി ചെന്നപ്പോൾ ഒരു ഫ്ലാറ്റിലൊരു ഒരു ഹാളിൽ ബോഡി കിടത്തേക്കുവാ. ഒരു ബോഡിയല്ല, 12 ബോഡി. ഒരു കറക്റ്റ് ബോഡിയും ബാക്കിയൊക്കെ അവിടുത്തെ ആ വീട്ടിലെ ആളുകളും കിടക്കണതാണ് ഒരുമിച്ച്. ബോഡിയുടെ ഇത് ഏതാണ് ബോഡി എന്നുള്ളത് കൺഫ്യൂഷൻ ആയി പോയി. കാരണം എന്തറിയോ, എല്ലാവരും ചിലയൊക്കെ വെള്ളത്തുണി വിട്ട് പോയിച്ചിട്ടുണ്ട്, ചിലയൊക്കെ കാവ്യത്തുണി ഇട്ടിട്ടുണ്ട്. ഇത് ആരാണ് പിന്നെ ഒരാളിങ്ങനെ നേരെ കിടക്കണ പുള്ളിയാണ് മരിച്ചതെന്ന് മനസ്സിലായി. എങ്കിലും തൊട്ടടുത്ത് കിടക്കണ ചേട്ടാ വിളിച്ചിട്ട് ചേട്ടാ ഞങ്ങൾ ബോഡി കാണാൻ വേണ്ടി വന്ന. അപ്പോൾ പുള്ളി ഞാനല്ല എത്തത്, നേരായത് അത് അയാൾ അവിടെ കിടക്കണം, ഞാൻ ശീലം കൊണ്ട് കിടക്കുന്നതാണ്. ആരൊക്കെയാണ് കിടക്കുന്നത്? 12 പേര് നിരന്ന് കിടക്കുക.
അതിലേതോ ഒരെണ്ണം ബോഡിയാ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ബോഡി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പദപ്രശ്നം കൊടുക്കേണ്ട പോലെ ഇത് ഏതാടാ ബോഡി? കാരണം ഈ ആ സമയമല്ല 2 മണിക്കൊക്കെ എല്ലാവരും കിടക്കണം. എന്നെങ്കിലും മാറിക്കിടക്ക്. യൂസഫൊക്കെ തട്ടി വിളിച്ചപ്പോ എണീറ്റ ആള് ഞാൻ അതിന്റെ അപ്പുറത്ത് കിടക്കണ ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുവാന്ന്. അതായത് പുള്ളി വർത്താനം പറയുന്ന സ്ഥിതിക്ക് മരിച്ചു കിടക്കുവാന്ന് നമ്മൾ വിചാരിക്കൂലല്ലോ. പുള്ളി പറയാ ഞാൻ മരിച്ചു കിടക്കുവല്ല, ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുവാ. യൂസഫ് ക പറയുന്ന ഓരോ കഥകളും ഇവിടെ ഒന്നും അവസാനിക്കുന്നതല്ല. എന്നാലും ഞാൻ ഈ ചിരിയുടെ സന്തോഷത്തോടു കൂടി ഞാൻ പറയാണ് ഈ എക്സലൻസ് അവാർഡ് കൊടുക്കുന്നതിനായിട്ട് രമേശ് ചേട്ടനെയും ധർമ്മൻ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഥകൾ, ഒരുപാട് ട്രിപ്പുകൾ പോയതിൻ്റെ കഥകൾ ഇഷ്ടംപോലെ ഉണ്ട്. പറഞ്ഞാൽ തീരാത്തത്രയും കഥകളുമായിട്ടാണ് യൂസഫിക്ക നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേട്ട് ചിരിച്ചിട്ട് കണ്ണീന്ന് വെള്ളം വന്നു ചോദിക്കാം. പലതരത്തിൽപ്പെട്ട അനുഭവങ്ങളും കഥകളും പറഞ്ഞ് ചിരിച്ച് കവിള് വേദന എടുക്കുന്ന അത്രയും തമാശകൾ പറയുന്ന ഒരു പ്രതിഭയാണ് യൂസഫിക്ക. അദ്ദേഹത്തിന്റെ മ്യാവ് എന്ന് പറയുന്ന സിനിമയിൽ വലിയ വേഷമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. യൂസഫിക്കയുടെ ഒരു സാന്നിധ്യം, ഒരു തമാശ പ്രോഗ്രാമിൽ യൂസഫിക്കയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഗംഭീരമായിരിക്കും. അദ്ദേഹം ഒരു കണ്ടന്റ് പറയാതെ, ഒരു കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാതെ അവിടെ ഒന്നും പോവില്ല. ഒപ്പമുണ്ടെങ്കിൽ വലിയ ചിരികൾ എല്ലാവർക്കും സമ്മാനിക്കുന്ന ഒരു പരാതിക്കാരനല്ലാത്ത ഒരു മികച്ച പ്രതിഭ. അദ്ദേഹം സാന്നിധ്യം കൊണ്ട് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദിയെ ധന്യമാക്കിയതിന് അദ്ദേഹത്തോടുള്ള ഫൺസ് അപ്പോൺ എ ടൈം ടീം അംഗങ്ങളുടെയും അമൃത ടിവിയുടെയും നന്ദി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10-25 വർഷത്തിലധികമായി ഒരുപാട് മലയാളികളെ പലതവണ ചിരിപ്പിച്ചതിന് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു ആദരവ് നൽകുകയാണ്. അത് ഏറ്റുവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളൊക്കെ നിങ്ങൾ കണ്ടു. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. വിളിക്കട്ടെ രമേശ് ചേട്ടാ? ഉറപ്പായിട്ടും. അനിൽ ആൻഡ് ലിയോ, ലെറ്റ്സ് വെൽക്കം. രണ്ടുപേരുടെയും മികച്ച പ്രകടനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അനിൽ ഇലവന്തിട്ടയുടെ എൻ്റെ സുഹൃത്തിൻ്റെ പ്രകടനത്തിൽ ധർമ്മജൻ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ അതൊരു ഓർമ്മയാണ്, ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന നല്ല ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് കുറേ അധികം അതിലുണ്ടായിരുന്നു. എങ്കിലും കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഒരു ഫിൽട്ടർ വെച്ച് നമ്മൾ തമാശയുടെ അളവുകളാണ് ഇതിൽ മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത് എന്ന് വരുമ്പോൾ കൂടുതൽ തമാശകൾ ഉണ്ടായിരുന്നത് ലിയോയുടെ പ്രകടനത്തിലാണ്. സ്നേഹപൂർവ്വം ലിയോ ഇന്നത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2ന്റെ ഇന്നത്തെ മാമാങ്കം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.